നെൽകർഷകരെ വലച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഉത്തരവ്. കൃഷി ആവശ്യത്തിന് വളം വേണമെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പിലൂടെ മാത്രമേ വളം നൽകുകയുള്ളൂ. ഞാറ് നട്ട കർഷകർ വളത്തിനായി നെട്ടോട്ടത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് ആപ്പ് വഴിയുള്ള വളം വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും നെൽകർഷകർ ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണ്. ശരി, ഇതാ സന്തോഷ് സർലിംഗ് നമ്മൾക്കൊപ്പം പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. മഴക്കാലത്ത് മഴ കാര്യമായി കിട്ടുന്നില്ല എന്നവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മഴ പെയ്യുന്ന നേരത്താണ് സന്തോഷ് പാലക്കാട്ടെ നെൽകർഷകരോട് സംസാരിച്ചത്. സന്തോഷിന് വരാനൊരു ഇത്തിരി സമയം എടുക്കുന്നുണ്ട്, കുറച്ച് സ്ലോയാണ്. ഇതാ ഇങ്ങനെ രുചി എത്തിച്ചു. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഞാറ് നട്ട് വളം മേടിക്കാൻ വളക്കടയിലേക്ക് പോയ കർഷകൻ ഇപ്പോൾ സ്മാർട്ട് ഫോൺ കടയിൽ നിൽക്കുന്നതെന്നാണല്ലോ കേൾക്കുന്നത്. ശരത്ത്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഈ സമയം, ഈ ജൂൺ എന്ന് പറയുന്നത് നമുക്കറിയാം മഴ കിട്ടുന്ന സമയം, പുതിയ കൃഷികൾ ആരംഭിക്കേണ്ട ഒരു സമയം. ഈ സമയത്ത് അതൊക്കെ നട്ട് വളമൊക്കെ നിലമൊക്കെ ഒരുക്കി വളം നേടാൻ പോകുമ്പോഴാണ് കൃഷി വകുപ്പിൽ നിന്ന് അറിയിക്കുന്നത് നിങ്ങൾക്കൊരു ആപ്പ് ഉണ്ടാകും. ആ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ നിയമിച്ചിരിക്കുന്ന ആ ആപ്പ്, ഫെർട്ടിലൈസർ ഫോർ സെയിൽ എന്ന AFC എന്ന പേരിലുള്ള ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഭൂരേഖകളടക്കം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം 1 ഏക്കറിന് എത്ര വളമാണ് വേണ്ടതെന്ന് ആപ്പ് നിശ്ചയിക്കും. നേരത്തെ സംസ്ഥാന അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സംബന്ധിച്ചൊരു പഠനമൊക്കെ ഇതിനു മുമ്പ് നടത്തിയിരുന്നു. അത് പ്രകാരം 1 ഏക്കറിൽ 163 കിലോ രാസവളമാണ് ആവശ്യമായി വേണ്ടി വരുന്നതെന്നാണ് ആ പഠനം പറയുന്നത്. അത് പ്രകാരം ആപ്പ് ടെക്നിക്കലി തന്നെ നിങ്ങൾക്ക് 1 ഏക്കറിൽ ഇത്ര കിലോ രാസവളമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്നും ആ രാസവളം ഇപ്പോൾ ഇന്ന ഡിപ്പോയിലുണ്ട്, അവിടെ പോയി വാങ്ങിക്കണം എന്ന നിർദ്ദേശമാണ് നൽകുക. അവിടെ ചെന്ന് വാങ്ങിക്കുകയാണ് നൽകേണ്ടത്. അപ്പോൾ കർഷകർ പറയുന്നത് കേരളത്തിലെ സാഹചര്യം, ഭൂപരിസ്ഥിതിയൊക്കെ വ്യത്യസ്തമാണ്. എല്ലായിടത്തും ഒരുപോലെ അല്ല. കൃഷിയിടത്തിൽ ചിലപ്പോൾ കൂടുതൽ വേണ്ടി വന്നേക്കാം. പക്ഷെ അതിനൊരു സാഹചര്യവുമില്ല. ആപ്പില്ലാതെ ഒരു തരത്തിലുള്ള ഇതും വളവും നൽകില്ല എന്നങ്ങ് നിർബന്ധ ബുദ്ധിയാണ് പിടിച്ചിരിക്കുന്നത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ ആപ്പ് എന്നാണ് നമ്മൾ ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ പരീക്ഷണാടിസ്ഥാനത്തിലല്ല അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രം ആപ്പ് വഴി നൽകുന്ന OTP വഴി മാത്രമേ ഈ വളം നൽകാൻ കഴിയുകയുള്ളൂ. ഇതിൽ മറ്റൊരു പ്രധാന പ്രശ്നം പാട്ട കർഷകരെ ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം പാട്ട കർഷകർ പലരുടെയും പാട്ടഭൂമി എടുത്താണല്ലോ കൃഷി ചെയ്യുന്നത്. ഈ യഥാർത്ഥ ഉടമ ചിലപ്പോൾ വിദേശത്തായിരിക്കാം, മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം. ഇവരുടെയൊക്കെ ആധാർ കാർഡ് ഇതിൽ ലിങ്ക് ചെയ്യണം. ഇപ്പോൾ ഇവർക്ക് OTP വരുന്നത് അവരിലേക്കായിരിക്കാം. അപ്പോൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നയാൾക്ക് ഇതിൻ്റെ വളം ലഭിക്കാതെയാകും. അങ്ങനെ പ്രതിസന്ധികൾ അനവധിയാണ്. എന്തായാലും ഓരോ ഘട്ടത്തിലും ആപ്പ് അപ്ഡേഷൻ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സർക്കാർ സംവിധാനമാണല്ലോ, നമുക്കറിയാം. ഇതൊക്കെ നടപ്പിലാക്കി വരുമ്പോഴേക്കും ഈ വർഷത്തെ കൃഷി അങ്ങ് പോയിരിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ഈ ഒന്നാം കൃഷി എന്ന് പറയുന്നത് അവതാളത്തിലാകും എന്നത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നമായി കർഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, ഇത് യഥാർത്ഥത്തിൽ സന്തോഷം, ഇത് ആപ്പിലൂടെ വളമല്ല ഉദ്ദേശിക്കുന്നത്, ആപ്പിലൂടെ കർഷകർക്ക് പണിയാണ് എന്നാണ് സർജൻ ഇതേക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടി കണ്ടത്, അതായത് ഈ സ്വകാര്യ മേഖലയിൽ ഈ പറയുന്ന വളങ്ങൾ കിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. സബ്സിഡി റേറ്റിൽ വളം കിട്ടണമെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങളെ, സൊസൈറ്റികളെ, കൃഷിഭവനുകളെ, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി റേറ്റിൽ കിട്ടണമെങ്കിൽ ആശ്രയിച്ചല്ലേ കർഷകർക്ക് പറ്റൂ. മറ്റു പല കാര്യത്തിൽ എന്ന പോലെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പറ്റുന്ന പോലെ അല്ലല്ലോ കർഷകരും ഇത്തരം വളം വാങ്ങുന്ന സംവിധാനവും. അത് സർക്കാർ സംവിധാനത്തിൽ തന്നെയല്ലേ. അതിനെ ആശ്രയിക്കാത്ത കർഷകന് വേറെ മാർഗമുണ്ടോ? ശരത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. കൃഷി എന്ന് പറയുന്നത് ചെലവേറി വരുന്നൊരു സാഹചര്യമാണ്. ഈ രാസവളങ്ങൾക്കൊക്കെ ഓരോ കാലഘട്ടത്തിലും വില വർദ്ധിക്കാറുമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇരട്ടി വിലയാണ് പോയത്. അത് ഒന്ന് യുദ്ധമൊക്കെ കാരണം പറയുന്നുണ്ട്, അതുകൊണ്ട് റോ മെറ്റീരിയൽസ് കിട്ടാനില്ല. അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് രാസവളം നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഇരട്ടി വിലയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ കർഷകർക്കൊരു താങ്ങായി നിൽക്കുന്നത് സർക്കാർ നൽകുന്ന സബ്സിഡിയാണ്. അല്ലെങ്കിൽ നമുക്ക് അത് മുമ്പേ തന്നെ അത്തരം സബ്സിഡികളിലൂടെയാണ് നമ്മൾ ഈ കാർഷിക വിളകളെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ തികച്ചും തരിശായി നാട് തന്നെ മാറിപ്പോകും. നമ്മുടെ തന്നെ മുന്നോട്ടുള്ള ചെലവുകളെയൊക്കെ ബാധിക്കും. അതങ്ങനെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്തായാലും അതിനപ്പുറത്തേക്ക് കാർഷിക വൃത്തി എന്ന് പറയുന്നത് സർക്കാർ സഹായത്തോടെ നിലനിൽക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇറാൻ അമേരിക്ക യുദ്ധം ഒക്കെ വലിയ രീതിയിൽ കൃഷിയും വർദ്ധിച്ചു. അത് രാസവളങ്ങളെയാണ് വർദ്ധിച്ചത്. സാധാരണ രീതിയിലെ വിലവർദ്ധനമല്ല, ഇരട്ടി വിലവർദ്ധനമാണ്. അപ്പോൾ പുറമേ നിന്ന് വാങ്ങിച്ച് കൃഷി ചെയ്യുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോൾ ഈ നമ്മൾ
നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത്ര പ്രായോഗികമല്ല. അപ്പോഴാണ് അവർ ഏതെങ്കിലും തരത്തിൽ സർക്കാർ സബ്സിഡിയെ ആശ്രയിക്കേണ്ടി വരുന്നത്. ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആപ്പ് കൂടെ വന്നത്. അതാണ് കർഷകർ എടുത്തു പറയുന്നത്. ഇപ്പോൾ തന്നെ വില അനിയന്ത്രിതമായി വർദ്ധിച്ചിരിക്കുന്നു, അത് താങ്ങാനാകുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ വളം കിട്ടണമെങ്കിൽ ആപ്പിലൂടെ തന്നെ വേണം എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. അതായത് പുറത്തു പോയി വാങ്ങിക്കാൻ പോലും നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരി, അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രധാനപ്പെട്ട സംശയം കൂടിയാണ്. അതിനുകൂടി വ്യക്തതയോടെ ഒരു മറുപടിയും വിശദീകരണവുമാണ് സന്തോഷ് സർലിങ്ങിൻ്റെ ഈ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞത്. താങ്ക് യു സന്തോഷ്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത്തരം ശ്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ അത് നമ്മുടെ കർഷകർക്ക് ബാധിക്കാത്ത വിധം അതിനെ ചെറുത്ത് അല്ലെങ്കിൽ അതിനോടുള്ള ബുദ്ധിമുട്ടുകൾ അവതരിപ്പിച്ചും ഒക്കെയാണ് കാലാകാലങ്ങളായി കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പൊടുന്നനവേ അത്തരമൊരു ഇടപെടൽ കുറയുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കാൻ നമ്മുടെ കൃഷി വകുപ്പും അല്ലെങ്കിൽ കൃഷി വകുപ്പിന് കീഴിൽ വരുന്ന കൃഷിഭവനുകളും ഒക്കെ നിർബന്ധിതമാകുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യമുണ്ട്. ആ നിലയിൽ എഫക്റ്റീവായി ഫലപ്രദമായി കേന്ദ്രത്തോട് ഇതിൻ്റെ അപാകത ചൂണ്ടിക്കാട്ടി അത് ആ നിലയിൽ ഗുണപരമാവില്ല, അതിന് നിലവിൽ പല പല തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കർഷകർക്ക് വേണ്ടി അവിടെ അതിനുവേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ സംഭവിച്ച ഒരു വീഴ്ചയുടെ പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്.